നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിറ്ററേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ റീഡിങ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സിലെ ഓൺ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ള ഭൂപേഷ് ഗുപ്തയുടെ സ്പീച്ച് എക്സെപ്റ്റ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പീച്ചിൻ്റെ ഭാഗത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജവഹർലാൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇനീഷ്യൽ കോൺസെപ്റ്റിനെ കുറിച്ച് MC ചഗ്ലയുടെ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെഷനെ കുറിച്ച് അല്ലെങ്കിൽ MC ചഗ്ല സംസാരിച്ച ടോപ്പിക്സിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഭൂപേഷ് ഗുപ്തയുടെ ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്പീച്ചിൻ്റെ ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ടോപ്പിക് ഇത് തന്നെയാണ്, നമ്മുടെ ജവഹർലാൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു വരവിനെ കുറിച്ച് അല്ലെങ്കിൽ അത് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ ആശയങ്ങളാണ് അതിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. അപ്പോൾ ഇത് അദ്ദേഹം തിരിച്ച് ചഗ്ലയുടെ ആ ഒരു സ്പീച്ചിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാക്കി വെക്കാം കേട്ടോ. Mr. Chairman, sir, we have heard some speeches, especially from the Congress benches. I do not think it is necessary to talk about this university in order to settle the name of a personality in history. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഓൾറെഡി ഇപ്പം നമ്മൾ കുറച്ച് സ്പീച്ചസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനാണ് പറയാൻ പോകുന്നത്. എസ്പെഷ്യലി സംസാരിച്ചവർ പലരും മെയിനായിട്ടും സ്ട്രെസ് ചെയ്തത് എന്തിൻ്റെ പേരിലായിരുന്നു, യൂണിവേഴ്സിറ്റിയുടെ പേരിനെ ചൊല്ലിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പേരിടുന്നതിനെക്കുറിച്ച്, ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് കൊടുക്കുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ ആയിരുന്നു ഒരുപാട് സംസാരങ്ങൾ വന്നിട്ടുള്ളത്. We are told that the name of Pandit Jawaharlal Nehru would be immortalized by this particular university, as though that is how we are going to immortalize him. Otherwise, according to them, it seems to me he would not be immortal. അപ്പോൾ ഇതുവരെ സംസാരിച്ചവരൊക്കെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഹ്റുവിൻ്റെ ആ ഒരു ഇമ്മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഒരു അനശ്വരതയെ നിലനിർത്തുന്നത് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് പേരിടുന്നതിൽ കൂടെയാണ് എന്നുള്ള രീതിക്കൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് അദ്ദേഹത്തിൻ്റെ പേരോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഇമ്മോർട്ടൽ ആവില്ലായിരുന്നു, അദ്ദേഹം അനശ്വരനാവില്ലായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലൊരു യൂണിവേഴ്സിറ്റിക്ക് പേരിട്ടാലും ഇല്ലെങ്കിലും നെഹ്റു എന്ന് പറയുന്നത് ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ. ഐ തിങ്ക് ദിസ് ഇസ് എ എൻറ്റയർലി റോങ് അപ്രോച്ച്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ഇഫ് ഹോണറബിൾ മെമ്പേഴ്സ് ടേക്ക് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് എക്സ്പ്രസിംഗ് സർട്ടൻ ഗുഡ് ആൻഡ് നോബിൾ സെൻറ്റിമെൻറ്റ്സ് ഫോർ ദെയർ ലീഡർ ആൻഡ് ഫോം അൺഡൗട്ടഡ്ലി എ വെരി ഗ്രേറ്റ് മാൻ. അപ്പോൾ അദ്ദേഹത്തിന് നെഹ്റുവിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹം എത്രത്തോളം നോബിൾ ആണെന്നതിനെ കുറിച്ചൊന്നും യാതൊരു സംശയവും ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ബട്ട് വി ആർ ഹിയർ ഡിസ്കസിംഗ് ദ സ്പെസിഫിക് പ്രപ്പോസൽ ഫോർ എ യൂണിവേഴ്സിറ്റി ആൻഡ് ലെറ്റ് us not try to waste much time on the name itself, although points were made about him or the biographical sketch of Pandit Jawaharlal Nehru was drawn. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹം എത്രത്തോളം നോബിളാണ് എന്നുള്ളതൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സമയം ആവശ്യമില്ലാതെ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരിനെ ചൊല്ലി മാത്രം കളയേണ്ടതില്ല, അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. What we should do here is to look at the problem and examine the question that is before us on merits. അപ്പോൾ അദ്ദേഹം പറയണം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ എന്ത് ചോദ്യത്തിനെയാണ് നമ്മൾ തരണം ചെയ്യേണ്ടത്, എന്തിനാണ് സൊല്യൂഷൻ കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അല്ലാണ്ട് വെറുതെ ഒരു പേരിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പേര് എന്തുകൊണ്ട് ഇട്ടു എന്നുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടത്. We are having another university in Delhi, as indeed we should have got one much earlier. Delhi's requirements of higher education are not squarely met, and Delhi certainly deserves to be given a university by the central government, and arrangements for providing higher education by the central government should have been made. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഓൾറെഡി നമുക്ക് ഡൽഹിയിൽ ഒരു യൂണിവേഴ്സിറ്റി അത്യാവശ്യമായിരുന്നു, അതുപോലെ തന്നെ നമുക്കൊരു യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടുണ്ട്. That was done naturally. People have suffered and our education has suffered here. Mr. Chairman, therefore, am happy that Delhi will perhaps have a large scope for higher education in humanities, in science and in technology. അദ്ദേഹം പറയുന്നത് ഡൽഹിയെ സംബന്ധിച്ച് ഹ്യൂമാനിറ്റീസിൻ്റെ കേസിലാണെങ്കിലും സയൻസിൻ്റെ കേസിലാണെങ്കിലും ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒരുപാട് സ്കോപ്പുള്ള ഒരു നഗരമാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ യൂണിവേഴ്സിറ്റി എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ബട്ട് ഇറ്റ് ഇസ് എ പെഡസ്ട്രിയൻ വേ ഇൻ വിച്ച് ദ ബിൽ ഹാസ് ബീൻ കൺസീവ്ഡ് ഓഫ് ബൈ അവർ എസ്റ്റീംഡ് ഫ്രണ്ട് മിസ്റ്റർ ചഗ്ല. പക്ഷേ അദ്ദേഹം പറയുകയാണ് സംഭവമൊക്കെ ശരിയാണ്, പക്ഷേ ആ ഒരു ബില്ല് മിസ്റ്റർ ചഗ്ല അവതരിപ്പിച്ച പേര് ഓർത്ത് വയ്ക്കുക കേട്ടോ. മിസ്റ്റർ ചഗ്ല ആ ഒരു ബില്ല് അവതരിപ്പിച്ച രീതി എന്ന് പറയുന്നത് കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള കാര്യമാണ്. വൺ ഷുഡ് ഹാവ് തോട്ട് ദാറ്റ് വെൻ യു ആർ ഗിവിംഗ് ദിസ് നെയിം ടു ദിസ് യൂണിവേഴ്സിറ്റി and are being guided by certain sentiments which would be cherished, undoubtedly, honestly, you would have also introduced some new ground in the matter of approach. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ ഇത്രയും കാര്യമായിട്ട് നമ്മൾ ആ ഒരു പേരിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തൊരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്ത് സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എത്ര ഹൊണസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും ഒരു കാര്യത്തിനെയാണ് നമ്മൾ സമൂഹത്തിലേക്ക് ഒരു യൂണിവേഴ്സിറ്റി കൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്ന് എല്ലാവർക്കും തോന്നിപ്പിക്കാന്നല്ല, ആക്ച്വലി നമ്മൾ അങ്ങനെ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. പുതിയൊരു കാര്യത്തിനെ മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മൾ യൂണിവേഴ്സിറ്റി യൂസ് ചെയ്യാണ് വേണ്ടത്.
But what we have is just a commonplace legislation which more or less repeats the picture of the universities that we have in our country. There is nothing particularly new in it, nothing particularly exciting in it. That is what I wish to say. പക്ഷേ നമ്മളിപ്പോഴും ചെയ്യുന്നത് എന്താണ്? ഓൾറെഡി നമ്മുടെ കൺമുന്നിലുള്ള പല എക്സാമ്പിൾസും യൂണിവേഴ്സിറ്റീസിനെയൊക്കെ നോക്കി അതിൻ്റെ പോലെ ഇങ്ങനെ ചെയ്യാം, അതിൻ്റെ പോലെ ഇങ്ങനെ ചെയ്യാം എന്നുള്ള രീതി അവയെ കോപ്പി ചെയ്യാൻ നോക്കുക, അല്ലെ അതിനെ മാതൃകയാക്കുക എന്നുള്ളതല്ലാതെ പുതിയതായിട്ടൊരു കാര്യവും നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോൾ അതാണ് ആക്ച്വലി അദ്ദേഹം ആഗ്രഹിക്കുന്നത്, പുതുതായിട്ടൊരു കാര്യം കൊണ്ടുവരിക എന്നുള്ളതാണ്. The very first thing that comes to my mind in this connection is for whom we are arranging this education. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വിദ്യാഭ്യാസം അറേഞ്ച് ചെയ്യുന്നത്? അതാണ് അദ്ദേഹത്തിന് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം, അല്ലെങ്കിൽ അദ്ദേഹം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്ന ഒന്നാമത്തെ പോയിന്റ്. Yes, technological education, scientific education and other education facilities should be extended. എല്ലാ തരത്തിലുള്ള സയൻറ്റിഫിക് ആയിട്ടും ടെക്നോളജിക്കലായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മേഖലകളും വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളും എക്സ്റ്റെൻഡ് ചെയ്യണമെന്നൊക്കെ ശരി തന്നെയാണ്. വി അഗ്രി, ബട്ട് preferences should be given, especially when income disparities continue in the country in a very, very serious manner. When we find that the young boys and girls coming from the poorer classes do not have opportunity or wherewithal to enter the portals of our university. Naturally, the question arises whether this university is going to be open for them, those who do not have enough money or whose families do not have enough money, or whether it is going to be just another one which will be accessible only to the sons and daughters of the rich. അപ്പോൾ അദ്ദേഹം പറയുന്ന സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് അസ്ഥിരതകളും അസമത്വങ്ങളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഏതൊരു യൂണിവേഴ്സിറ്റികളും ഏതൊരു കോളേജുകളും നല്ല രീതിയിൽ നടക്കുന്ന കോളേജുകളൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെയും പ്രവേശനം കിട്ടുന്നത് ആർക്ക് മാത്രമാണ്? പണമുള്ളവരുടെ, റിച്ച് ആയിട്ടുള്ള ആളുകളുടെ മക്കൾക്ക് വേണ്ടി മാത്രമാണ്. അതേസമയം അത്തരത്തിലൊരു യൂണിവേഴ്സിറ്റി ആവാൻ വേണ്ടിയാണോ നമ്മുടെ യൂണിവേഴ്സിറ്റി മാറുന്നത്? ഇവിടെയും ഒരുപാട് നല്ല കോഴ്സുകളും ഒരുപാട് നല്ല ഫാക്കൾട്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ആർക്കേ കിട്ടുന്നുള്ളൂ? പണമുള്ളവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ, റിച്ച് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നൊരു സിറ്റുവേഷൻ ആയിരിക്കുമോ? ഇതിൻ്റെ മുന്നിലും ഇതേപോലെ പാവപ്പെട്ട കുട്ടികൾ വെറുതെ ആശയോടുകൂടി അകത്ത് കയറാൻ പറ്റാതെ, പ്രവേശനം കിട്ടാതെ കാത്തു നിൽക്കേണ്ട അവസ്ഥ തന്നെയാണോ ഇവിടെയും വരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്. This question is very important and has to be answered and settled from the standpoint of those who need the care of the country most. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ചോദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആർക്കാണ്? രാജ്യത്തിൻ്റെ ആ ഒരു സംരക്ഷണം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചോദിക്കുന്നത്. Still, we talk about Oxford University and so on. I do not know how long it will take. Perhaps another 5 centuries we will require at this rate in order to forget the Oxford and Cambridge universities. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചുമൊക്കെയാണ്. അല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടൊരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് മറ്റുള്ളവരിലേക്ക് എത്തണം, അല്ലെങ്കിൽ നമ്മൾ യുണീക്കായ ഒരു കാര്യം ചെയ്യണം എന്നൊന്നും ചിന്തിക്കാതെ ഇപ്പോഴും മറ്റുള്ള ഫോറിൻ കൺട്രീസിലുള്ള യൂണിവേഴ്സിറ്റീസിൽ അവരത് ചെയ്തു ഇവരിത് ചെയ്തു ആ നിലവാരം വേണം എന്നുള്ള രീതിക്കാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് ഇനിയും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഊഹം വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇനിയും നൂറ്റാണ്ടുകൾ വേണ്ടി വരുമായിരിക്കും ഈ ഒരു കമ്പാരിസൺ അവസാനിപ്പിക്കാനായിട്ട്. മിസ്റ്റർ ചെയർമാൻ, ലെറ്റ് us not go into all these things. These are very, very pedantic, high-sounding, and perhaps very, very attractive to those people who have, in the corner of their hearts, still a lingering admiration for everything that is Anglo-Saxon. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഒരു കൂട്ടം ആളുകൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ബ്രിട്ടീഷ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ഇംഗ്ലീഷ് പീപ്പിളിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടനിലുള്ള ആളുകളുടെ ആ ഒരു കൾച്ചറിനെയും കാര്യങ്ങളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ ആരാധിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോഴും ഈ ഓക്സ്ഫോർഡിനെയും കാംബ്രിഡ്ജിനെയും ഒക്കെ മാതൃകയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെയൊക്കെയും കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികളെ നോക്കിക്കാണുന്ന രീതി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഐ എം നോട്ട് വൺ ഓഫ് ദോസ് പീപ്പിൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരിക്കലും അത്തരത്തിൽ ഫോറിൻ കൺട്രീസിൻ്റെ കൾച്ചറിനെയും കാര്യങ്ങളെയും മാത്രം അഡ്മയർ ചെയ്യുന്ന കൂട്ടത്തിൽ പെടുന്ന ഒരാളല്ല. Certainly, there are a lot of things to be got from every country and England is not excluded from them. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മറ്റുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും പലതരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് അഡോപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ പഠിച്ചെടുക്കാനും ഒക്കെ ഉണ്ട്. അത് ആ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ ഇംഗ്ലണ്ടിനെയും ഒഴിവാക്കേണ്ട കാര്യമില്ല. കാരണം ഇംഗ്ലണ്ടിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. But why cannot the problems of our universities be considered from the standpoint of the requirements of our country in the light of the experience about education in the contemporary world? അപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാ രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കൂട്ടത്തിൽ ബ്രിട്ടനിൽ നിന്നും അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത്? അവരെ വല്ലാണ്ട് അനാവശ്യമായിട്ട് അഡ്മയർ ചെയ്ത് അവരെ കോപ്പി ചെയ്യുന്ന രീതിയിൽ അനാവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് നമ്മൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയെ നോക്കി കാണേണ്ടത് നമ്മുടെ ആവശ്യങ്ങളിൽ നിന്നാണ്. നമ്മുടെ രാജ്യത്തിന് എന്താണ് ആവശ്യം, നമ്മുടെ ജനങ്ങളുടെ നീഡ് എന്താണ്, അത് നോക്കിയിട്ട് വേണം നമുക്ക് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റീസ് ചെയ്തെടുക്കാനായിട്ട്. അല്ലാതെ മറ്റുള്ള ഫോറിൻ കൺട്രീസിലുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ഒരിക്കലും നമ്മൾ നോക്കിക്കാണാനായിട്ട് പാടില്ല. ആൻഡ് ഐ തിങ്ക് ദ കണ്ടംപററി വേൾഡ് പോയിന്റ്സ് ടു ദ
points to one thing, and it is this type, and it is this that the type of education system that we have in Oxford and Cambridge in modern times, with very high flown expenses and with a different setup of values and functions of our people, or any people for that matters, does not meet the requirements of the situation. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ നമ്മൾ ഈ ഓക്സ്ഫോർഡിനെയും കാംബ്രിഡ്ജിനെയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ എക്സ്പെൻസുകൾ എന്ന് പറയുന്നത് അത്രയും കൂടുതലാണ്, അവിടുത്തെ ജീവിത സൗകര്യങ്ങൾ അല്ലെങ്കിൽ ജീവിത നിലവാരം എന്ന് പറയുന്നത് വ്യത്യാസമുള്ളതാണ്. ഇതൊന്നും നമ്മളുമായിട്ട് മാച്ചായിട്ട് പോകുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതേപോലെ അതിൻ്റെ സൗകര്യങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അതിൽ പഠിക്കുന്ന കുട്ടികളുടെ സിറ്റുവേഷനും നമ്മുടെ നാട്ടിലുള്ള കുട്ടികളുടെ സിറ്റുവേഷനും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. That is what I wish to say. Therefore, let us not go into it. Here, Mr. Chagla should consider for whom the university is intended. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് അതിലേക്ക് ഞാൻ സ്ട്രെസ് ചെയ്ത് പോകുന്നില്ല. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആരെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആരെ പഠിപ്പിക്കാനാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. Why should we like more money to be given to this without any assurance given by the government that this university will particularly cater to the needs of the poorer classes and poorer people? അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത് എന്താണ്? പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി, പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് പണം ചിലവാക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് ഇത് മാറണം എന്നുള്ളത്, അല്ലെങ്കിൽ മാറുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം. Mr. Chairman, let us not have Cambridge and Oxford and Princeton's and Harvard's here. Let us create universities and colleges that our people need, that our development needs for the remarking of our material and cultural being. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ കാംബ്രിഡ്ജും ഓക്സ്ഫോർഡും പ്രിൻസ്റ്റണും ഒന്നും നമുക്ക് വേണ്ട, ഹാർവാർഡും ഒന്നും നമുക്ക് വേണ്ട, ഇത്തരത്തിലുള്ള ഫോറിൻ യൂണിവേഴ്സിറ്റീസിലൊന്നും നമ്മൾ നോക്കാൻ നിൽക്കണ്ട. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ആവശ്യം, നമ്മുടെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, അത് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ മെറ്റീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിക് ആയിട്ടുള്ള നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളോട് ഒത്തുപോകുന്ന രീതിയിലുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് വേണ്ടത്. That is what I say, and therefore the first thing is to ensure that the sons of the working people, the worker, the peasants and the middle classes do have the doors to the university thrown wide open to them. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്തരത്തിലുള്ള വർക്കിംഗ് ക്ലാസ് പീപ്പിളിന്, താഴ്ന്ന വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ എക്കോണമിക്കലി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ടായിരിക്കണം. കാരണം അവർക്ക് അത്രയും ആക്സസിബിൾ ആവുന്ന രീതിയിലായിരിക്കണം നമ്മുടെ യൂണിവേഴ്സിറ്റി. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്, ആൻഡ് ഫോർ ദാറ്റ് യു ഹാവ് ടു പ്രൊവൈഡ് നോട്ട് ഓൺലി മണി ബട്ട് ഓൾസോ എ ഡിഫറെൻറ്റ് ഔട്ട്ലുക്ക്. അദ്ദേഹം പറഞ്ഞതാണ് എനിക്ക് ആദ്യം പറയാനുണ്ടായത്, അത് ഓർത്ത് വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? പാവപ്പെട്ടവരുടെ കുട്ടികൾക്കും ഇതേപോലെ ഈക്വൽ ആയിട്ട് ആ ഒരു യൂണിവേഴ്സിറ്റിക്കകത്ത് പ്രവേശനം കിട്ടണം, അവർക്കും പഠിക്കാനുള്ള അവകാശങ്ങൾ കിട്ടണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം ആദ്യം പറയുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിന് ജസ്റ്റ് നമുക്ക് കുറേ പണം ചിലവാക്കുക എന്നുള്ളതല്ല, അതിന് മറിച്ച് നല്ലൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് തന്നെ നമുക്ക് അവിടെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. മണി മസ്റ്റ് കം, വി മസ്റ്റ് ഹാവ് എ സബ്സിഡൈസ്ഡ് എഡ്യൂക്കേഷൻ. ഇറ്റ് മസ്റ്റ് ബി ഹൈലി സബ്സിഡൈസ്ഡ് ബിക്കോസ് ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് യു വിൽ ബി മേക്കിംഗ് ഇൻ ഇമ്പാർട്ടിംഗ് ഹയർ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ടു ദ പുവർ സെക്ഷൻസ് ഓഫ് ദ കൺട്രി വിൽ ഹാവ് ബീൻ റീപെയ്ഡ് ഇൻ കോഴ്സ് ഓഫ് ടൈം ഇൻ ക്രിയേറ്റീവ് ആൻഡ് ഈവൻ കൺസ്ട്രക്റ്റീവ് ലേബർ വിച്ച് വുഡ് ഗോ ടു ദ ബെനിഫിറ്റ് ഓഫ് ദ എൻറ്റയർ സൊസൈറ്റി. അപ്പോൾ അദ്ദേഹം പൈസയൊക്കെ ഇറക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ പൈസ അങ്ങനെ ഇറക്കിയിട്ടുണ്ടെങ്കിലും അത് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചു കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത്തരത്തിൽ സയന്റിഫിക് ആയിട്ട് ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഫീൽഡുകളിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പണം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ അധ്വാനം അത് ഭാവിയിൽ പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾ ജോലി ചെയ്തിട്ട് പല പല മേഖലകളിൽ നിന്നും നമ്മുടെ സമൂഹത്തിന് തന്നെ ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ ആ പണം തിരിച്ച് റീപേ ചെയ്യപ്പെടുന്നതായിരിക്കും. This is how I view this matter. But Mr. Chairman, if the cost of education become expensive from 125 rupees to 200, I should like to know how many even of the great officers of the government would be in a position to send their sons and daughters to these universities. That is what I would like to know. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ഒരു 125 രൂപ അല്ലെങ്കിൽ 125 റുപ്പീസ് എന്നുള്ളതിൽ നിന്ന് ഒരു 200 റുപ്പീസിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ പോലും മക്കൾ എത്ര പേര് ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റി വന്ന് പഠിക്കാനായിട്ട് തയ്യാറാകും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം. We know of those days when tuition fee in colleges was 10 rupees. Now to go to the college one requires to spend 30 rupees. That is the position. Then we pay the tuition fees and spend on books and other things. അപ്പോൾ ഒരു ചേഞ്ച് ആണ് പറയുന്നത്. നമ്മൾ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണം കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് വീണ്ടും പല പല ബുക്കിനാണെങ്കിലും പല പല എക്സ്പെൻസുകളായിട്ടും വീണ്ടും പണം ചിലവാക്കുന്നത്, അങ്ങനെ പല പല രീതിയിൽ നമുക്കൊരു വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലേക്ക് പണം ഇറങ്ങുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Therefore, if Mr. Chagla feels and honorable members who expressed good sentiments about Pandit Jawaharlal Nehru feel that he had some socialist ideas and a socialist way of looking at things, let the emphasis be shifted from the upper classes to the classes that are economically at the bottom layers of the society. This is the first suggestion. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സജഷൻ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ നെഹ്റുവിൻ്റെ പേരൊക്കെ ഇട്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ നമ്മളും
ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് തന്നെ ഇത്തരത്തിലുള്ള നമ്മൾ ഇത്രയും കാലം നിലനിന്നിട്ടുള്ള ഒരു അപ്പർ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഉയർന്ന വിഭാഗത്തിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു ഊന്നൽ ഇനി എവിടേക്ക് മാറണം എന്നാണ് പറയുന്നത്? ഫിനാൻഷ്യലി അല്ലെങ്കിൽ പൈസയുടെ കേസിൽ ഇക്കോണമിക്കലി ആയിട്ട് പൈസയുടെ കാര്യത്തിൽ താഴ്ന്ന ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളിലേക്കും ആ ഒരു ഫോക്കസ് മാറേണ്ടതുണ്ട്. എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു യൂണിവേഴ്സിറ്റി ശരിയായ രീതിയിൽ യൂസ്ഫുൾ ആവുന്ന കാര്യമായിട്ട് മാറുള്ളൂ. അതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ സജഷൻ. സെക്കൻഡ്ലി, ദ യൂണിവേഴ്സിറ്റി ഷുഡ് ബി റൺ ഓൺ എ ബ്രോഡ് ബേസിസ്. അപ്പോൾ യൂണിവേഴ്സിറ്റി നടക്കണമെന്നില്ല അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകേണ്ടതെന്ന് വളരെ ബ്രോഡായിട്ടുള്ളൊരു ബേസിസിൽ അല്ലെങ്കിൽ വളരെ നേരിയ ഒരു ചിന്താഗതിയിൽ കൂടെ അല്ലാതെ ബ്രോഡ് ബേസിസിൽ വേണം അത് മുന്നോട്ട് പോകാൻ. ഐ വുഡ് നോട്ട് ലൈക്ക് ദ ബ്യൂറോക്രാറ്റിക് സെറ്റപ്പ് ടു കം ഇൻ. ദ ഓട്ടോണമി ഷുഡ് ബി കംപ്ലീറ്റ്ലി ഗ്യാരണ്ടീഡ്. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് എന്തുണ്ടായിരിക്കണം? അതിൻ്റേതായിട്ട് അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടായിരിക്കും. അല്ലാണ്ട് എല്ലാം ആ ഒരു ഭരണകർത്താക്കളുടെ കയ്യിലേക്കാണ് എന്നുള്ളൊരു രീതിയിലേക്ക് മാറാൻ പാടില്ല. ഐ തിങ്ക് വി ക്യാൻ ഗീവ് ഓട്ടോണമി ഇൻ എ ലാർജർ മെഷർ ടു ദി യൂണിവേഴ്സിറ്റി ഓഫ് ദിസ് കൈൻഡ്. സിൻസ് ജവഹർലാൽ നെഹ്റുസ് നെയിം ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്, ഐ feel there should be a faculty which educates students in the spirit of world power. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കുട്ടികളെ വേൾഡ് പവറിനെ കുറിച്ച് അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് വേൾഡ് പവറിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യിക്കാൻ പാകത്തിനുള്ളൊരു ഫാക്കൾട്ടി അവിടെ ആവശ്യമുണ്ട്. നൗ വി ഹാവ് ഗോട്ട് ഓൾ ഫാക്കൾട്ടീസ്. We want, therefore, in a university of this kind, a special faculty to be created that would impart learning and education in the spirit of the worldwide struggle for peace, because nothing today is so noble and great as that one which teaches our younger generation. അപ്പോൾ ലോക സമാധാനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു വേൾഡിൻ്റെ സിറ്റുവേഷനും അതിനകത്ത് സമാധാനത്തിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ ഒരു സ്പെഷ്യൽ ഫാക്കൾട്ടിനെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി വെച്ചു കൊടുക്കണം. കാരണം ഇന്നത്തെ സമൂഹത്തിൽ ആ ഒരു സമാധാനം എന്നുള്ളൊരു കാര്യത്തിനേക്കാൾ മേലെയായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യവും ഇല്ല. The struggle that humanity is waging for peace. അപ്പോൾ എത്രത്തോളമാണ് ആളുകൾ ആ ഒരു സമാധാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനവികതയെക്കുറിച്ചും ജനതയെക്കുറിച്ചും എല്ലാം പഠിപ്പിച്ചു കൊടുത്ത് അവർ നല്ല രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഫാക്കൾട്ടി നമുക്ക് ആവശ്യമുണ്ട്. Therefore, this thing should be there. Let there be a new faculty. Show some originality. There are new faculties to be created. അപ്പോൾ അദ്ദേഹം പറയാം അതിന് വേണ്ടിയിട്ട് പുതിയ ഫാക്കൾട്ടീസിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. That is matter for the select committee to consider. Maybe it is not possible to include everything in a bill, but an indication should be there. That is what I say. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ എല്ലാം കൂടെ ഒരു ബില്ലിൽ കാണിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് അതിൻ്റെ ഒരു സൂചനയെങ്കിലും കൊടുക്കുന്ന രീതിയിൽ ഈ ഒരു ഫാക്കൾട്ടീനെ പുതുതായിട്ട് വെക്കുന്ന കാര്യങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. Then, Mr. Chairman, I should also like this university to educate students in various matters connected with the development of democratic institutions and democracy in the country. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചും ഇന്ത്യയിലെ ഡെമോക്രസിയെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്താഗതികൾ ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കാൻ തരത്തിലുള്ള ഫാക്കൾട്ടീസ് നമുക്ക് അവിടെ ആവശ്യമുണ്ട്. ദിസ് ഷുഡ് ബി എ സ്പെഷ്യൽ സബ്ജക്ട്. അതിനായിട്ട് സ്പെഷ്യൽ സബ്ജക്റ്റ് നമ്മൾ വെക്കേണ്ടതുണ്ട്. ഇറ്റ് ഷുഡ് ബി ദ ഇൻ അതർ യൂണിവേഴ്സിറ്റീസ് ഓൾസോ. വേറെ യൂണിവേഴ്സിറ്റീസിലൊക്കെയും ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Sir, many names are taken here. We find special faculties in a given situation are brought into existence in order to educate the people in special branches of learning so that students may become useful, enlightened citizens which they are educated in world affairs and the affairs of the state. Therefore, I say such suggestions should also be considered. അപ്പോൾ ഇത്തരത്തിൽ ലോകത്തിനെ കുറിച്ചും വേൾഡ് അഫയേഴ്സിനെ കുറിച്ചും അത്തരത്തിലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റിലത്തെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ അവരെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ ജസ്റ്റ് ആ ഒരു സബ്ജക്ട് നോളജ് അല്ലാതെ മൊത്തത്തിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയും അവർക്ക് ആ ഒരു വിവരം കിട്ടാൻ വേണ്ടിയുള്ള തരത്തിലുള്ള സബ്ജക്റ്റുകളും ഫാക്കൾട്ടീസും കൊണ്ടുവരണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറയാനുള്ള മറ്റൊരു സജഷൻ. Some honorable members talked about student indiscipline. അപ്പോൾ പറയുകയാണ് പലരും സംസാരിച്ച് കണ്ട ഒരു ടോപ്പിക്കാണ്, അതായത് കുട്ടികളുടെ ഒരു അനുസരണയില്ലായ്മ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മയെ കുറിച്ചൊരു ടോപ്പിക്ക് ഇവിടെ ഓൾറെഡി സംസാരിച്ചതാണ്. സർ, we are elder people, therefore we can talk about student indiscipline. But Mr. Chairman, let us look at the ruling class and at the elders in the particular state from which Pandit Jawaharlal Nehru came. അപ്പോൾ അദ്ദേഹം പറയാണ് നമ്മൾ മുതിർന്നവരായതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ ഡിസിപ്ലിൻ ഇല്ലായ്മയെ കുറിച്ചൊക്കെ കുട്ടികളോട് പറയുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റൂളിംഗ് ക്ലാസിനെ കുറിച്ചാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടത്. ഐ സീ ദി ഗ്രേറ്റസ്റ്റ് ഇൻഡിസിപ്ലിൻ ഗോയിങ് ഓൺ എമംഗ് ദോസ് ടീച്ചിങ് അബൌട്ട് ഡിസിപ്ലിൻ ടു ദ സ്റ്റുഡൻസ്. കുട്ടികളോട് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്ന ആളുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ ഇല്ലാതെ പെരുമാറുന്നത്. അല്ലെങ്കിൽ ആ ഒരു റൂളിംഗ് ക്ലാസ്സിലുള്ള ഏറ്റവും തട്ടിൽ നിൽക്കുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ അനുസരണ ഇല്ലായ്മയും ഡിസിപ്ലിൻ ഇല്ലായ്മയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് യു പി, വാട്ട് ഇസ് ഹാപ്പനിങ് ദർ. അപ്പോൾ അദ്ദേഹം പറയുകയാണ് യു പിയുടെ കേസ് നമുക്ക് എടുത്തു നോക്കാം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? എമംഗ് ദ ലീഡേഴ്സ്, ആസ് യു നോ,
they talk lively about student indiscipline. അപ്പോൾ അവരുടെ ലീഡേഴ്സിൻ്റെ ഇടയിലും അവർ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ ആ ഒരു ഇൻഡിസിപ്ലിനെ കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, വാചാലരാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Sir, by and large, I do maintain that our student communities in other countries also, and we should have no hesitation in extending to the student community as a whole our best feelings and deep appreciation of the matter in which they conduct themselves. There will be some bad people. അപ്പോൾ ഏത് ആളുകളുടെ കേസ് നോക്കുകയാണെങ്കിലും അതിലൊക്കെയും എന്തുണ്ടായിരിക്കും, നല്ല ആളുകളും ചീത്ത ആളുകളും ഉണ്ടായിരിക്കും. ആൻഡ് where there are not bad people, I should like to know, if you take percentages, you will find much higher percentage of bad people in the treasury benches than any college or university in the country. അപ്പോൾ അദ്ദേഹം എവിടെയാണ് ഇത്തരത്തിൽ ബാഡ് പീപ്പിൾ ഇല്ലാത്തൊരു സെക്ഷൻ ഉള്ളത്, അതൊന്നും എനിക്ക് പറഞ്ഞു തന്നാൽ കൊള്ളാമെന്ന് പറയുന്നുണ്ട്. കൂടെ തന്നെ അദ്ദേഹം പറയണം, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ഉള്ളതിനേക്കാൾ കൂടുതൽ ബാഡ് പീപ്പിൾ, മോശം ആളുകളുള്ളത് എപ്പോഴും അധികാരവർഗത്തിൽ തന്നെയാണ്. Therefore, let us not talk about this business. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വല്ലാതെ ഇതേക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല, ഡിസിപ്ലിനെ കുറിച്ചും ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം പറയാൻ നമ്മൾ തന്നെ അർഹരല്ല. കാരണം ഭരണകർത്താക്കളാണെങ്കിലും ഒരു കോളേജിന് തലപ്പത്തിരിക്കുന്ന ആളുകളാണെങ്കിലും അവരാണ് ഏറ്റവും കൂടുതൽ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറുന്നത്. സോ സ്റ്റുഡൻസ് ഷുഡ് ഹാവ് ഐഡിയൽസ് ബിഫോർ ദം. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ മുന്നിൽ കൃത്യമായിട്ടൊരു ആശയങ്ങൾ അല്ലെങ്കിൽ മാതൃകകൾ ഉണ്ടായിരിക്കണം. ഐ ഷുഡ് ലൈക്ക് ദിസ് യൂണിവേഴ്സിറ്റി ടു ഹാവ് എ ക്ലിയർ ഫാക്കൾട്ടി ഐ മെയിൻറ്റെയിൻ ഫോർ ദ സ്റ്റഡീസ് ഓഫ് സയൻറ്റിഫിക് സോഷ്യലിസം. അദ്ദേഹം പറയുകയാണ്, സയൻറ്റിഫിക് സോഷ്യലിസം പഠിപ്പിക്കാനായിട്ട് സെപ്പറേറ്റ് ഫാക്കൾട്ടി നമുക്ക് ആവശ്യമുണ്ട്. ആൻഡ് വൈ ഷുഡ് ഇറ്റ് നോട്ട് ബി ദ? Everybody talks about socialism. Mr. S.K. Patel talks about socialism. Mr. G.D. Birla talks about socialism. Mr. J.R.D. Tata talks about socialism. Mr. Haridas Mundra talks about socialism when he gives money to the particular election fund. Everybody these days talks about socialism, but one does not know what it is. So there should be a faculty for the study of scientific socialism. അദ്ദേഹം എല്ലാവരും ഒരുപാട് എക്സാമ്പിൾസ് ആണ് അദ്ദേഹം എടുത്ത് പറയുന്നത്. ടാറ്റയുടെയും ബിർളയുടെ ഒക്കെ എക്സാമ്പിൾ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെയും സോഷ്യലിസത്തിനെ കുറിച്ച് സംസാരിക്കുന്നവരാണ്. പക്ഷേ ഈ സംസാരിക്കുന്നവർക്കാർക്കും ഒറിജിനലി എന്താണ് സോഷ്യലിസം എന്നുള്ളത് അറിയില്ല. അപ്പോൾ അത്തരത്തിലൊരു ജനതയായിട്ട് ഇനി വരുന്ന കുട്ടികളെ മാറ്റാതെ കൃത്യമായിട്ട് എന്താണ് സോഷ്യലിസം, എന്താണ് സയന്റിഫിക് സോഷ്യലിസം എന്നുള്ളൊരു ബോധം ആ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കണം. I know in the postgraduate courses Marxism is taught, but books are always from the United States of America, which display not knowledge of Marxism at all. Therefore, Mr. Chairman, I should like a faculty to be created in but proper education of this kind. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളെ ബോധവാന്മാരാക്കിയിട്ട് സെപ്പറേറ്റ് ഫാക്കൾട്ടി തന്നെ ആവശ്യമുണ്ട്. As far as other things are concerned, I do not wish to say anything because we will have another chance, I believe, when the things comes back from the select committee. But I think the poor should be kept in view. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്, പാവപ്പെട്ട ആളുകളെ മൈൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തു തന്നെ ആവണം. Noble ideas should be kept in mind, and certainly when Parliament has declared for the establishment of what they call socialist state, socialism should be studied as a special subject as it prevails in this country in this particular university. അതായത് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് അത്തരത്തിലൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഒക്കെ നടത്തുന്ന സമയത്തും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം, എന്താണ് ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ എന്താണ് സോഷ്യലിസം എന്നുള്ളതൊക്കെ സ്പെഷ്യലായിട്ടൊരു സ്പെഷ്യൽ സബ്ജക്റ്റിൽ കൂടെ തന്നെ ഒരു സ്പെഷ്യൽ ഫാക്കൾട്ടിയെ വെച്ചതുകൊണ്ട് തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ വെറുതെ നമ്മൾ വാക്ക് സോഷ്യലിസം, കമ്മ്യൂണിസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. ഇത്തരത്തിൽ എന്താണ് ആ ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് സോഷ്യലിസം എന്നുള്ളത് തന്നെ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. താങ്ക് യു.